ഹലോ ഗൈസ്, ഇത് എൻ്റെ ഐഫോൺ 16 ആണ്. ഇത് വൈറ്റ് കളറ്. ഓക്കെ, ഇത് ഞാനിപ്പോൾ എടുത്തിട്ടൊരു 2 ആഴ്ച ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഫോണ് കയ്യിലെടുക്കുമ്പോൾ ഉള്ളൊരു ഫീല്, ഇതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കിത് നല്ലൊരു പ്രീമിയം ഫീല് തന്നെയാണ് കിട്ടുന്നത്. ഇപ്പം പക്കാ ഒരു പ്രീമിയം ഡിവൈസാണ് നിങ്ങൾ കയ്യിൽ വെച്ചിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഫീൽ തന്നെയാണ്. പിന്നെ ആപ്പിളിൻ്റെ കാര്യത്തിൽ എനിക്കും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷ് അവർ പക്ക ഒരു ഡിസൈനിൽ ആ ഒരു ബിൽഡ് ക്വാളിറ്റിയിൽ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. കുറേ കാര്യത്തിൽ ചീപ്നെസ് അവർ കാണിച്ചിട്ടുണ്ട്. 2.0 ടൈപ്പ് സി പോർട്ടൊക്കെയാണ് അതൊക്കെ പോട്ട്. പക്ഷെ എന്നാലും അവരൊരു ഫിനിഷ് നല്ല രസമുണ്ട്. കയ്യിൽ ഹോൾഡ് ചെയ്യാൻ നല്ല രസമാണ്. ഇപ്പോൾ S24 S25 ഒക്കെ വെച്ച് കമ്പയർ ചെയ്യണമെങ്കിലും ഇതിൻ്റെ ഇവിടെ ഈ സ്മൂത്ത് ചെയ്ത് ഇങ്ങനെ ഇട്ടിരിക്കുന്നത് കാരണം നമുക്ക് കയ്യിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്യാൻ നേരത്തൊരു നല്ല സുഖമുണ്ട്. സോ നല്ലൊരു പ്രീമിയം ഫീൽ തന്നെയാണ് ഈ ഒരു ഡിവൈസ് തരുന്നത്. അപ്പം ഡിസൈനും ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഇത് നമുക്ക് ഒരാൾക്കൊരു പ്രീമിയം ഡിവൈസ് എന്നുള്ളൊരു ഫീല് ഇത് തരുന്നുണ്ട്. പിന്നെ ഈ ബാക്കിലത്തെ ഈ ഗ്ലാസിൻ്റെ മെറ്റീരിയലിൽ ഈ ഒരു ടെക്സ്ചർ കാണിച്ചിരിക്കുന്നത് ഫ്രോസ്റ്റഡ് ഗ്ലാസ് ആയതുകൊണ്ടും ഈ ടെക്സ്ചർ നല്ലൊരു ഫിനിഷ് ഉണ്ട്. ഈ ലോഗോ പറഞ്ഞിടത്ത് മാത്രം ഗ്ലോസി ആവുന്നുള്ളൂ. പിന്നെ അതുപോലെ നിങ്ങൾ ഈ ഷോ ഓഫ് കാണിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ ആപ്പിൾ ലോഗോ എടുത്ത് കാണിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വൈറ്റ് കളർ ചൂസ് ചെയ്യരുത്. ഗ്രേ കളറൊക്കെ ആയിരിക്കും ബെസ്റ്റ്. കാരണം ഇതിലൊരിക്കലും ആ ലോഗോ അങ്ങനെ കാണാൻ പറ്റില്ല, ശ്രദ്ധിക്കില്ല. അപ്പം അങ്ങനെ എടുത്ത് കാണിക്കണം താല്പര്യമുള്ള ആൾക്കാർ ഈ കളർ ചൂസ് ചെയ്യില്ല. അല്ല, വൈറ്റ് ഇഷ്ടമുള്ള ആൾക്കാർ ചൂസ് ചെയ്തോളൂ. അതാണ് ഡിസൈനും ബിൽഡ് ക്വാളിറ്റിയുടെയും കാര്യം. ഓക്കെ, പിന്നെ ഇതിൽ പറയാനുള്ളത് ഇതിൻ്റെ ഡിസ്പ്ലേനെ കുറിച്ചാണ്. ഇപ്പം ഇതിൻ്റെ ഡിസ്പ്ലേ എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ഐഫോൺ 16 വരെയും അവർ പ്രോ സീരീസിൽ മാത്രമേ 13 ശേഷം പ്രോ മോഡലിൽ മാത്രമേ അവർ പ്രൊമോഷൻ എന്ന് പറഞ്ഞ് 120 ഹെർട്സ് തന്നിട്ടുള്ളൂ. ബാക്കി ഈ ഡിവൈസിലെല്ലാം 60 ആണ് തന്നിട്ടുള്ളത്. പിന്നെ ആപ്പിൾ അവരുടെ ഒരു ശൈലി എങ്ങനെയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. ആപ്പിൾ എന്ന് പറഞ്ഞൊരു കമ്പനി ഫോൺ ഇറക്കുന്നതും ഫീച്ചേഴ്സ് തരുന്നതും ഒക്കെ ഈ ലോകത്ത് വേറെ ഒരു ഡിവൈസസും ഇല്ല, അവർ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു മോണോപ്പൊളി അവർ ആൾക്കാരുടെ മെൻറ്റാലിറ്റിയിലോട്ട് അടിച്ചേൽപ്പിച്ചുകൊണ്ടാണ് അവർ കാണിക്കുന്നത്. നിങ്ങൾ ഓരോ ഫീച്ചേഴ്സ് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് അറിയാമെന്നുള്ള കാര്യം തന്നെയാണ്. ആപ്പിളിൻ്റെ കീനോട്ട്സ് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവും ഈ ലോകത്ത് വേറെ ഒരു ഫോണും ഉണ്ടായിട്ടില്ല, ഒരു സംഭവങ്ങളും ഉണ്ടായിട്ടില്ല, വേറെ ഒരു കമ്പനികളും ഇല്ല എന്ന രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. ഐപാഡിൽ റീസെൻ്റ്ലി കാൽക്കുലേറ്റർ കൊണ്ടുവന്നതുപോലെയും അതുപോലെ ഒരുപാട് ഫീച്ചേഴ്സ് അവരിങ്ങനെ ഫസ്റ്റ് ഇൻ ദ ഇൻഡസ്ട്രി എന്നുള്ള രീതിയിൽ സംസാരിച്ചുകൊണ്ട് ഫീച്ചേഴ്സ് അവതരിപ്പിക്കുന്നുണ്ട്. അതായത് ഇപ്പം ഹോം സ്ക്രീനിൽ എവിടെ വേണോ നിങ്ങൾക്ക് ആപ്സ് പ്ലേസ് ചെയ്യാം, മനസ്സിലായില്ലേ? അതൊന്നും ആരും ഇന്നേ വരെ ചിന്തിച്ചിട്ടില്ലാത്തൊരു ഫീച്ചർ പോലെയാണ് അവർ അവതരിപ്പിക്കുന്നത്. പോട്ടെ. പക്ഷേ ഫാൻസ് പറയുന്നത് ബിക്കോസ് ആപ്പിൾ ഡസ് ഇറ്റ് ബെറ്റർ എന്നുള്ളൊരിതുണ്ട്. അതിലിപ്പം അവരിപ്പോൾ റീസെൻ്റ് iOS 18 അപ്ഡേറ്റിൽ ബെറ്റർ അതാണെന്ന് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവർ കുറേ തന്നിട്ടുണ്ട്. അതുകൊണ്ട് സോഫ്റ്റ്വെയറിൻ്റെ കാര്യം വേറെ. പിന്നെ ഡിസ്പ്ലേയുടെ കാര്യം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് അതൊന്ന്. രണ്ടാമത്തേതെന്ന് പറയുമ്പം ഡിസ്പ്ലേ നല്ല അത്യാവശ്യം കളർ ആക്യുറേറ്റ് ഒക്കെ കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ 60 ഹെർട്സ് ആയതുകൊണ്ട് തന്നെയാണ് ഈ ഒരു 16-നകത്ത് നമുക്ക് നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. അതൊന്ന്. ഇപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ എനിക്ക് വേറെ കുറ്റമൊന്നുമില്ല. പിന്നെ ഈ ഡൈനാമിക് ഐലൻഡിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വലിയ യൂസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവരായിട്ട് കൊണ്ടുവന്ന ഒരു നെഗറ്റീവിനെ അവർ സോൾവ് ആക്കാൻ വേണ്ടി ഒരു ഡൈനാമിക് ഐലൻഡിൽ നോട്ടിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ വരുന്നതിൻ്റെ ഒരു ഫീച്ചർ കൊള്ളാം. അത് ഞാൻ മോശമൊന്നും പറയുന്നില്ല, യൂസ്ഫുൾ ആണ്. പിന്നെ ഡിസ്ട്രാക്ഷൻ ആവില്ല എന്ന് ചോദിച്ചാൽ ഗെയിമിങ്ങിനൊക്കെ എനിക്കതൊരു അരോചകമായിട്ട് തോന്നുന്നുണ്ട്. കാരണം ഗെയിമിങ് പ്രത്യേകിച്ചും BGMI പോലുള്ള ഒരു ഇതൊക്കെ ആകുമ്പം നമ്മളവിടെ ഒരു ഇൻട്രൂഷൻ വരുന്നുണ്ട്. കാരണം എനിമി അവിടെ എങ്ങാനും സ്പോട്ടിൽ വിളിച്ചിരിക്കുകയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഒരു ഫീൽ വരും. പിന്നെ നമ്മളത് കളിച്ച് ശീലമാകുമ്പോഴത്തേക്കും അത് കുഴപ്പമില്ല. അപ്പോൾ വലിയ എനിക്ക് പ്രശ്നം തോന്നിയിട്ടില്ല. ഡൈനാമിക് ഐലൻഡ് ആണെന്നും പറഞ്ഞ് എനിക്ക് വലിയ പ്രശ്നമില്ല. മാത്രമല്ല ഇതിൻ്റെ സെക്കൻഡറി ഡിവൈസ് ആയതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ കുറച്ച് കൺസേൺസ് എന്നെ വലുതായിട്ട് ബോദർ ചെയ്യുന്നില്ല. കാരണം എൻ്റെ മെയിൻ ഡിവൈസ് എൻ്റെ S24 തന്നെയാണ്. അപ്പോൾ ഡിസ്പ്ലേ നല്ലത് തന്നെയാണ്. ഇപ്പോൾ എഡിറ്റിങ്ങിനാണെങ്കിലും ശരി, എന്ത് പർപ്പസിന് യൂസ് ചെയ്താലും ഡിസ്പ്ലേ അത്യാവശ്യം നല്ലത് തന്നെ. 60 ഹെർട്സ് എന്നുള്ള ഒരൊറ്റ ലിമിറ്റേ ഉള്ളൂ. പിന്നെ പറയാനുള്ള കാര്യം ഇതിൻ്റെ പെർഫോമൻസ്. ഇപ്പം A18 ചിപ്സെറ്റ് എന്ന് പറയുമ്പം നല്ലൊരു അടിപൊളി ചിപ്സെറ്റാണ്. മാർക്കറ്റിലുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ചിപ്സെറ്റൊക്കെ തന്നെയാണ്. പക്ഷേ ഈ നല്ല ചിപ്സെറ്റ് കൊണ്ട് നമുക്ക് കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല. ബാക്കി ഫോണുകളിൽ എന്തൊക്കെ പറ്റുന്നോ ആ സാധനങ്ങളൊക്കെ തന്നെ പറ്റും. പിന്നെ വീഡിയോ എഡിറ്റിങ്ങിൽ ഒരു 5 സെക്കൻഡ് നേരത്തെ ഇതിൽ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഹീറ്റിങ്ങിൻ്റെ കാര്യമാണ് ഈ പ്രൊസസ്സറിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഹീറ്റിംഗ് അങ്ങനെ ഇപ്പോൾ നമ്മൾ സാംസങ്ങിൻ്റെ എക്സിനോസ് ആണ് എൻ്റെ S24 എന്നറിയാമല്ലോ. അപ്പോൾ അതിനകത്ത് ഉള്ള അത്ര ടെമ്പറേച്ചർ പെട്ടെന്ന് ചെറിയ കാര്യങ്ങൾക്കാണെങ്കിലും വരുന്നില്ല. എൻ്റെ അതിൽ ചെറിയ കാര്യങ്ങളെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പോൾ നമ്മൾ കുറച്ച് നേരം വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 4K 30 അല്ലെങ്കിൽ 4K 60 എടുത്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടിന്യൂസ്ലി റെക്കോർഡ് ചെയ്യാണ്. ഇപ്പം കറൻ്റ്ലി ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പം ഒരു പർട്ടിക്കുലർ മിനിറ്റ് വരെ നമുക്ക് ഹീറ്റിംഗ് ചെറുതായിട്ട് വരും. അത് ഇതിലും വരുന്നുണ്ട്, ഐഫോണിലും വരുന്നുണ്ട്. പക്ഷേ ഒരു 2 to 3 ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞായിരിക്കും ഇരിക്കുന്നത്. എക്സിനോസ് വെച്ചാണ് ഞാൻ കമ്പയർ ചെയ്തത്, സ്നാപ്ഡ്രാഗൺ വെച്ചല്ല. സ്നാപ്ഡ്രാഗണിൻ്റെതാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. സോ വലിയ ഡിഫറൻസ് കാണത്തില്ല. പിന്നെ ഗെയിമിങ്ങിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പെർഫോമൻസിൻ്റെത് ഇപ്പോൾ BGMI കളിക്കണമെങ്കിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഈ ഐഫോൺ 16 സപ്പോർട്ട് ചെയ്യത്തില്ല.
അതുകൊണ്ട് അത് സൈഡ് ബൈ സൈഡ് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം എൻ്റെ എക്സിനോസ് ഞാൻ അത് എൻ്റെ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. എക്സിനോസിൻ്റേതായതുകൊണ്ട് തന്നെ അത് ഒരു 120 ഹെർട്സിൽ നമുക്ക് കണ്ടിന്യൂസ്ലി കളിക്കുമ്പം ഫോണ് 44 ഡിഗ്രി ടെമ്പറേച്ചറൊക്കെ വരും. ഗ്രാഫിക്സ് ഇൻറ്റൻസീവ് എന്നുള്ളതിൽ നിന്ന് കുറച്ച് മാറും. അപ്പോൾ ഫ്രെയിം ഡ്രോപ്പ് എന്തായാലും സ്വാഭാവികമായിട്ടും വരും. ഒരു 100 FPS ഡ്രോപ്പ് ആവും ഇടയ്ക്കിടയ്ക്ക്. സോ ഡ്രോപ്പ് ആവാതിരിക്കാൻ വേണ്ടി ഞാൻ ചെയ്യണത് റൂം ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്ത് എസിയുടെ ഇത് അടിയിലിരുന്നിട്ട് കളിക്കുമ്പം നമുക്ക് ആ പ്രശ്നമില്ല. എത്ര നേരം വേണോ 120ൽ തന്നെ കിട്ടും. കോൺസ്റ്റന്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. സോ അത് ഇല്ല. പിന്നെ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പം നമ്മൾ ഇത് 60 ഹെർട്സ് ആണ്. സോ ഇതിൻ്റെ അതേ സെയിം സെറ്റിംഗ്സ് S24ലും ഇടുമ്പം S24ന് ഒരു ഹീറ്റിംഗും ഇല്ല. എസി ഒന്നും വേണ്ട. നോർമലി ഇതെങ്ങനെയാണോ അതേപോലെ തന്നെ S24ലും കളിക്കാൻ പറ്റും. സോ BGMI 60 ഹെർട്സ് ഇട്ടാൽ S24ലും കളിക്കാം. അപ്പം എനിക്ക് ഇത് ഇങ്ങനെ വാവ് എന്ന് പറയത്തക്കവണ്ണത്തിന് ഒരു ഇതും തോന്നിയിട്ടില്ല. ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ഡെയിലി യൂസിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് S24 എക്സിനോസിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഉള്ളതുകൊണ്ട് ഇതിനേക്കാളും iPhone 16 സ്മൂത്തും ഫാസ്റ്റും ആയിട്ടാണ് എനിക്ക് ഓരോന്നും ചെയ്യാൻ പറ്റുന്നത്. സോ A18 ഓക്കെ. അത്രേ പറയാവൂ. വേറെ ഒന്നും ഇപ്പം എടുത്ത് പറയാൻ വേണ്ടിയിട്ട് പെർഫോമൻസിനൊന്നും പറയാനില്ല. AAA ഗെയിംസ് ഞാനൊന്നും കളിച്ച് നോക്കിയിട്ടില്ല. അത് ഏകദേശം 3500 രൂപ എന്തോ ആണെന്ന് തോന്നുന്നു അസാസിൻസ് ക്രീഡിൻ്റെ ഗെയിമുകളൊക്കെ. സോ കമ്പ്യൂട്ടറിൽ വാങ്ങിക്കാൻ പറ്റുന്ന ഗെയിം കമ്പ്യൂട്ടറിൽ കളിക്കുന്നതാണ് എനിക്ക് ഇഷ്ടം. സോ ഫോണിൽ ഞാൻ അങ്ങനെ ഹെവി ഗെയിമിംഗ് ചെയ്യില്ല. പിന്നെ ഗെൻഷിൻ ഇമ്പാക്ട് ഞാൻ കളിച്ച് നോക്കിയിട്ടുണ്ട്. അതിലും വലിയ ഫ്രെയിം ഡ്രോപ്പ് ഒന്നും വന്നില്ല. അത് 60 ഹെർട്സിൽ തന്നെ കളിച്ചാൽ വലിയ കുഴപ്പമില്ല. സോ പിന്നെ ഹീറ്റിംഗ് ആവും. കുറച്ച് നേരം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹീറ്റിംഗ് ആവും. നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ട് ഗെയിമേഴ്സ് എല്ലാം ഹെവി ഗെയിമേഴ്സ് എല്ലാവരും ഐഫോണിലാണ് കളിക്കണമെങ്കിലും അവരെല്ലാം ബാക്കിൽ മറ്റേ ഫോൺ കൂളർ വെച്ചിട്ടാണ് കളിക്കുന്നത്. സാംസങ്ങിനെ മാത്രം ആൾക്കാർ ഫോൺ കൂളർ ഉപയോഗിക്കാതെ കുറ്റം പറയണത് എന്തിനെന്ന് അറിഞ്ഞൂടാ. സോ അതൊന്ന് കമ്പാരിറ്റീവ്ലി നോക്കുമ്പം കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ ഹീറ്റ് ആവുള്ളൂ ഐഫോണിൽ. എന്നും പറഞ്ഞ് ഹീറ്റിന് മറ്റേ ഇമ്മ്യൂണൊന്നും അല്ല. കാരണം പ്രൊസസ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് സാധനം റൺ ചെയ്യുമ്പം ഹീറ്റ് വരും. അത് വോൾട്ടേജ് യൂസ് ചെയ്ത് ചെയ്യുന്ന സാധനമാണ്. അത് സ്വാഭാവികമായിട്ട് അതിൻ്റെ സയൻസ് അറിയാവുന്നവർക്ക് മനസ്സിലാവും. അത് എത്രത്തോളം കൂടുന്നു എത്രത്തോളം ചെറിയ ടാസ്കിനാവുന്നു എന്നുള്ളതിലേ വരുന്നുള്ളൂ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇത് നല്ല ചിപ്സെറ്റ് തന്നെയാണ് ഗൈസ്. അപ്പോൾ അതിലെനിക്ക് വേറെ കുറ്റമൊന്നുമില്ല. ഓക്കെ ഓക്കെ ഗൈസ്. പിന്നെ പറയാനുള്ളത് ഇതിൻ്റെ ക്യാമറയാണ്. ഇപ്പം നിങ്ങൾക്ക് ഈ 2 ക്യാമറ ഉള്ളത് ഇത് ഡ്യുവൽ ക്യാമറയാണ്. അപ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ജെന്യുവനായിട്ട് ഒരു കാര്യം പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. റീസൺ എന്ന് പറഞ്ഞാൽ ഫോൺ ക്യാമറ എന്തായിരുന്നാലും പ്രൊഫഷണലി പ്രിൻറ്റിങ്ങിന് വേണ്ടിയിട്ടല്ല ഞാൻ യൂസ് ചെയ്യുന്നത്. സോ അതെനിക്ക് വലിയ പ്രശ്നമുള്ള കാര്യമല്ല. എനിക്കൊരു സെക്കൻഡറി ക്യാമറ എന്നുള്ള രീതിയിൽ ഇത് യൂസ് ചെയ്യുമ്പോഴും ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞാൽ S24ൽ എൻ്റെ കയ്യിൽ മെയിൻ ക്യാമറയിൽ f1.8 ആണ് അപ്പർച്ചർ വരുന്നത്. അപ്പോൾ ഇത് ടെക്നിക്കലി ഞാൻ പറയുമ്പോൾ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഭാഷയിൽ ഈ അപ്പർച്ചർ വാല്യൂ എന്ന് പറയുമ്പോൾ ഈ ലെൻസിനകത്ത് എത്രത്തോളം ലൈറ്റ് കയറാൻ വേണ്ടിയിട്ടുള്ള ഓപ്പണിംഗ് ഉണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ ക്ലോസ് ആയിട്ട് ഫോക്കസ് ചെയ്യുമ്പം ബാക്ക്ഗ്രൗണ്ടിൽ എത്രത്തോളം ബ്ലർ വരും എന്നുള്ളതും ഈ അപ്പർച്ചർ എത്രത്തോളം ചെറിയ നമ്പറാണോ അത്രത്തോളം ലൈറ്റും അകത്ത് കയറും, ബാക്ക്ഗ്രൗണ്ട് ബ്ലർ പോകും. സോ ഇതിൻ്റെ ഈ മെയിൻ ക്യാമറയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ 1.6 ആണ്. സാംസങ്ങിൽ 1.8 ആണ്. സോ അത് വലിയ ഡിഫറൻസ് അല്ല. വളരെ ചെറിയ ഡിഫറൻസേ ഉള്ളൂ. അത് നമുക്ക് അറിയാൻ പറ്റൂല. ഇപ്പം ഒരു ISO വാല്യൂസ് നോക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു പോയിന്റ് കുറയും. അത്രയേ ഉള്ളൂ. അപ്പോൾ അതും നോയ്സ് കുറച്ചുകൂടെ കുറഞ്ഞിരിക്കുന്നത് ലോ ലൈറ്റിൽ കുറച്ചുകൂടെ ബെറ്റർ ആവാനും കാരണം ഇതാണ്. അപ്പോൾ ഈ ഒരു ലോ ലൈറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ക്വാളിറ്റിയിൽ എനിക്ക് S24നെക്കാളും ഈവൻ S25നെക്കാളും പോലും iPhone 16ൽ കിട്ടും. മെയിൻ ക്യാമറയുടെ ആ ഒരു ഫീച്ചറാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഡീഫോൾട്ട് 24 മെഗാ പിക്സലിൽ എടുക്കാൻ പറ്റും എന്നുള്ളതുകൊണ്ട് അങ്ങനെ. പിന്നെ ക്യാമറ ലാഗിൻ്റെ കാര്യം ഞാൻ മുമ്പ് ഒരു ഷോർട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് പറ്റുമെങ്കിൽ ഞാൻ അത് ഒരിക്കൽ കൂടെ കാണിച്ചു തരാമായിരുന്നു. പക്ഷേ സംഭവം എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ക്യാമറയിൽ പോർട്രേറ്റ് മോഡിലൊക്കെ എടുക്കുമ്പം ഞാനത് മുമ്പ് കാണിച്ചിട്ടുണ്ട്. ഇതിൽ കുഴപ്പമില്ല. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് നല്ല ഒരു ബ്ലർ ആവുന്ന ഞാൻ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് എടുത്ത് വെച്ചിട്ട് കാണിച്ചു തരാം ഗൈസ്. ഇപ്പം ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് വെച്ചു. അപ്പോൾ അതിൽ ഡെപ്ത് സെൻസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ നേരത്ത് ഒരു ചെറിയ ലാഗ്. ഇതിപ്പോൾ സാധാരണ മൈ ബാഡ് ഗൈസ്, മൈ ബാഡ്. ഈ പോർട്രേറ്റ് ഡെപ്ത് ഒന്ന് സെൻസ് ആവണം. ചില സമയത്ത് വരുന്നു, ചില സമയത്ത് വരുന്നില്ല. ഇല്ല ഇപ്പോൾ ഒന്ന് കണ്ട കറക്കം കണ്ട. അത് കറക്റ്റ് ആ ഡെപ്ത് സെൻസ് ചെയ്യണം. ഡെപ്ത് സെൻസ് ചെയ്തതിന് ശേഷം പോർട്രേറ്റ് മോഡിലാണ് ഞാൻ ഇട്ടേക്കണേ. പോർട്രേറ്റ് മോഡിൽ ഇട്ടിട്ട് ആ ഒരു ഒബ്ജക്റ്റിനെ തൊട്ട് ആ ഒബ്ജക്റ്റിൻ്റെ ഡെപ്ത് അത് ഇങ്ങനെ സെൻസ് ചെയ്ത് ഇപ്പം നമുക്ക് ലൈവായിട്ട് ഇതിൽ എത്രത്തോളം ബ്ലർ വരണമെന്ന് കാണാൻ പറ്റും. അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പം ഈ ഒരു പ്രോസസ്സിംഗ് ലാഗ് ഈ ഒരു സംഭവം വരും. ഇത് ബാക്കിയുള്ളവർക്ക് വന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ ഒരു സിനാരിയോയിൽ ടെസ്റ്റ് ചെയ്യാത്തത് കൊണ്ടിട്ട് അവർക്ക് മനസ്സിലാവാത്തതായിരിക്കും. എൻ്റെ കയ്യിൽ അത് വരുന്നുണ്ട്. അത് എൻ്റെ മാത്രം പ്രശ്നമല്ല. ഇങ്ങനെയാണ് ഇതിൽ പ്രോസസ്സിംഗ് വരുന്നത്. പക്ഷേ ഗാലറി കയറുമ്പോഴത്തേക്ക് അത് പ്രോസസ്സായി കഴിഞ്ഞു. ആ ഒരു കറക്കം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതിൽ ഇതില്ല. സോറി, ഇത് ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ഇട്ടേക്കണത്. അതുകൊണ്ടാണ് കളറിൻ്റെ വ്യത്യാസം. ഓക്കെ, അപ്പോൾ അത് ഒന്ന്. അതുപോലെ ഫോട്ടോ എടുക്കുമ്പോഴത്തേക്കും 24 മെഗാ പിക്സലിലാണ് ഞാനിപ്പം ഡീഫോൾട്ടായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ 24 മെഗാ പിക്സലിൽ എടുക്കുമ്പോഴും ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ചടപടയെ എടുക്കാൻ പറ്റില്ല. മറ്റേ ചെറുപറ എടുക്കാൻ പറ്റില്ല. അതിന്
12 മെഗാ പിക്സലോട്ട് കുറച്ചിടണം. ഓക്കെ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റിംഗ്സിനകത്ത് തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഓട്ടോമാറ്റിക്കലി നമ്മൾ ഷട്ടർ എത്രത്തോളം സ്പീഡിൽ പ്രസ് ചെയ്യുന്നോ അതിനനുസരിച്ചിട്ട് ഓട്ടോമാറ്റിക്കലി റെസൊല്യൂഷൻ ഡൗൺ ചെയ്തോളും ഇത്. സോ ടെക്നിക്കലി മാനുവലി നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. അത് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സ്പീഡിൽ ആവശ്യമുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇത് തന്നെ കൺട്രോൾ ചെയ്ത് തരും. അങ്ങനത്തെ 1, 2 കാര്യങ്ങളിൽ മാത്രം ആപ്പിൾ കുറച്ച് മുൻകൂട്ടി ചിന്തിച്ചിട്ടുണ്ട്. അതായത് യൂസേഴ്സിന് ഇതിനകത്ത് കൂടുതൽ ഇൻവോൾവ്ഡ് ആക്കാതിരിക്കാനാണ് നോക്കിയിട്ടുള്ളത്. അത് തന്നെയാണ് ആപ്പിളിന്റെ നെഗറ്റീവായിട്ട് ഞാൻ പറയണ ഒരു പോയിന്റും. പോസിറ്റീവും അത് തന്നെയാണ്, നെഗറ്റീവും അത് തന്നെയാണ്. അതായത് ഐഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാർ സ്വാഭാവികമായിട്ടും ടെക്നിക്കലി ഇതിനെക്കുറിച്ച് പഠിക്കാനോ എന്താ പറയുക, ഇതിനെക്കുറിച്ച് അറിവോ ഇല്ലാത്തവർക്കും ഉപയോഗിക്കാം എന്നവർ പറയുന്നതിന്റെ റീസൺ ഇതാണ്. കാരണം നമ്മുടെ കൺട്രോളിലൊന്നും കൊണ്ടുവരാൻ പറ്റൂല. പല കാര്യങ്ങളും ആപ്പിൾ തന്നെ സ്വന്തമായിട്ട് അങ്ങ് ചെയ്യും. അത് എനിക്കിഷ്ടപ്പെടാത്തതാണ്. നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ച സാധനത്തിൽ നമുക്ക് കൺട്രോൾ വേണം എന്ന് ആഗ്രഹിക്കുന്ന യൂസേഴ്സിന് ഇത് ഒരു എന്താ പറയുക, ഭയങ്കര ഒരു വല്ലാത്തൊരു ഒരു ഫീലിംഗ് ആണ്. എനിക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണ്. ഞാൻ വാങ്ങിച്ചൊരു സാധനം എൻ്റെ ഡിവൈസ് എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ഉപയോഗിക്കാൻ പറ്റണം എന്നുള്ളൊരു ഇതുണ്ടല്ലോ. അങ്ങനത്തെ പോയിന്റ് ചിന്തിക്കുമ്പോൾ നമുക്കത് പാടായിട്ട് തോന്നും. ബാക്കിയുള്ളവർക്ക് ഒന്നിനെക്കുറിച്ചും അറിയേണ്ട, അതങ്ങ് ചെയ്യേണ്ട കാര്യം ചെയ്തോളും. ആ ചെയ്യുന്നത് നമ്മുടെ നല്ലതിനാണോ ചീത്തതിനാണോ എന്നുള്ളതൊക്കെ ആപ്പിൾ തീരുമാനിച്ചോളും. സോ അതാണ് ഇപ്പോൾ ഇതിൻ്റെ ക്യാമറയെക്കുറിച്ച് പറയാനുള്ളത്. ക്യാമറയിൽ ആ ഒരു ചെറിയ ലാഗ് വരുന്നു എന്നുള്ളതാണ് ഞാൻ കാണിച്ചത്. ഓക്കെ. ഇനി വൈഡ് ആംഗിളിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വൈഡ് ആംഗിളിനകത്തും അത്യാവശ്യം നല്ല ഫോട്ടോസ് തന്നെ എടുക്കാൻ പറ്റും. അതിനകത്ത് അപ്പർച്ചർ വന്നിട്ട് 2.2 ആണ് വരുന്നത്. സോ മറ്റേതിനേക്കാളും സ്വാഭാവികമായിട്ടും മെയിനിനേക്കാളും കുറച്ചുകൂടെ ലൈറ്റ് കുറവായിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ക്വാളിറ്റി കുറയുകയും ചെയ്യും. അതൊന്ന്. പിന്നെ രണ്ടാമത് എനിക്ക് എടുത്ത് പറയാനുള്ള ഒരു പോയിന്റ് ഉണ്ട്. ഇതിൽ 1.6 അപ്പർച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒരു സബ്ജക്റ്റിന്റെ അടുത്ത് കൊണ്ടുപോകുമ്പോൾ മിനിമം ഫോക്കസിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന സാധനം ഇതിന് വളരെ കുറവാണ്. നമ്മൾ തൊട്ടടുത്ത് എത്തുമ്പോൾ തന്നെ അത് മാക്രോയിലോട്ട് സ്വിച്ച് ചെയ്യും. ഇനിയിപ്പോൾ സ്വിച്ച് ചെയ്യാതിരുന്നാലും അവിടെ ഫോക്കസ് ആവില്ല. കമ്പാരിറ്റീവ്ലി സാംസങ്ങിന്റെ ഫോണുകളാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് അടുത്തോട്ട് ക്ലോസിലോട്ട് കൊണ്ടുപോവുകയും ചെയ്യാം. കുറച്ചുകൂടെ നമുക്ക് എടുക്കുകയും ചെയ്യാം. പക്ഷേ മാക്രോ മോഡ് ഉണ്ട് എന്നുള്ളത് സത്യമാണ് ഇതിനകത്ത്. പക്ഷേ വൈഡ് ആംഗിളിൽ മാക്രോ എടുക്കാൻ നമുക്ക് ഒരു എന്താ പറയുക, കൊള്ളൂല. നമുക്ക് ടെലിഫോട്ടോയിൽ എടുക്കും പോലെ വരില്ല. നിങ്ങൾക്ക് അങ്ങനെ മാക്രോസ് ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെയിനായിട്ട് എടുക്കേണ്ടത് നല്ല ഓവറോൾ ക്യാമറ വരുന്നത് വിവോ X200 Pro. അതെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല മാക്രോ എടുക്കും. അടിപൊളിയാണ്. അതിൻ്റെ അടുത്തൊന്നും വരില്ല. ജസ്റ്റ് ഒരു ഫംഗ്ഷനാലിറ്റി തന്നിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ക്യാമറയുടെ കാര്യം അതാണ് ഗൈസ്. സോറി, ഞാൻ വീഡിയോയുടെ കാര്യം പറഞ്ഞില്ല. വീഡിയോ എടുക്കാനുള്ള ഒരു ക്വാളിറ്റി എന്ന് പറയുമ്പോഴും വീഡിയോ ഐഫോൺ ക്വാളിറ്റി ഉണ്ട്, സമ്മതിച്ചു. പക്ഷേ ഞാൻ നേരത്തെ ഒരു ഷോർട്ടിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഇപ്പോൾ നമ്മൾ കുറേ ആൾക്കാർ വ്ളോഗേഴ്സ് പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്ന സംഭവം പറഞ്ഞത്, നമ്മളൊരു വീഡിയോ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ റെക്കോർഡ് നമ്മളിപ്പോൾ എത്ര നോയ്സ് ഉള്ള ഒരു സ്ഥലത്താണെന്നുണ്ടെങ്കിലും നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് ഗാലറിയിൽ വരുമ്പം നമുക്കതിനെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കട്ട് ചെയ്യാൻ ഓഡിയോ മിക്സ് എന്ന് പറഞ്ഞൊരു സാധനം കണ്ടോ. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കട്ട് ചെയ്യും. സ്റ്റാൻഡേർഡ് ഉണ്ട്, ഇൻഫ്രെയിം ഉണ്ട്. സ്റ്റാൻഡേർഡിലെല്ലാം വരും. ഇൻഫ്രെയിം സ്റ്റുഡിയോ എന്ന് പറയുമ്പോൾ ആരാണോ സംസാരിക്കുന്ന അയാളുടെ മാത്രം ഓഡിയോ വരും. ഇൻഫ്രെയിം എന്ന് പറയുമ്പോൾ നടുക്ക് നിൽക്കുന്ന ആ ഫ്രെയിമിൻ്റെ അകത്തുള്ള സൗണ്ടുകൾ മാത്രം വരും. അങ്ങനത്തെ ഒരു 3-4 ഇത് നമുക്കിതിൽ അധികം കൺട്രോൾ ഇല്ല. അതിനെ കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ഇതിനപ്പുറം നമുക്ക് വേറൊന്നും ഇല്ല, ഓപ്ഷൻസ് ഇല്ല. സാംസങ്ങിലാണെങ്കിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. സാംസങ്ങിനകത്ത് നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് എക്സ്ട്രാ വരികയും ചെയ്യും. ഐഫോണിൽ മാത്രമല്ല, ഏതിലെടുക്കണ വീഡിയോയും നമുക്ക് അതിൽ പറ്റും. ഇതിപ്പം ഞാനൊരു എക്സ്റ്റേണൽ മൈക്ക് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷൻ നമുക്ക് കിട്ടത്തില്ല. സോ ആപ്പിളിൻ്റെ തന്നെ ഈ മൾട്ടിപ്പിൾ മൈക്കായിട്ടുള്ള സാധനം, ഈ മൈക്കിൽ നിന്ന് റെക്കോർഡ് ചെയ്യുന്ന സാധനം മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. അഡ്വാൻറ്റേജ് ആയിട്ട് തന്നിരിക്കുന്ന ഫീച്ചർ ഡിസഡ്വാൻറ്റേജ് ഉള്ളത് ആൾക്കാർ ആരും പറയാത്ത എന്തെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതാണ് ക്യാമറയെക്കുറിച്ച് പറയാൻ. വീഡിയോ കൊള്ളാം. ഇപ്പം ഞാൻ ഈ വീഡിയോ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് S24 ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്, റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം വീഡിയോ എടുക്കുക എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ഒരുപോലെ തന്നെ. പിന്നെ സാംസങ്ങിന് എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു അഡ്വാൻറ്റേജ്, സാംസങ്ങിൽ നമുക്ക് നോയ്സ് കൺട്രോൾ ചെയ്യുന്നത് പക്ക AI വെച്ച് നമുക്ക് എത്രത്തോളം നമ്മുടെ വോയിസ് കൂട്ടാം, ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കട്ട് ചെയ്യാം. അതുപോലെ നേച്ചറിൻ്റെ സൗണ്ട് എങ്ങാനും ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടെങ്കിൽ കിളികളുടെയൊക്കെ നല്ല വെള്ളച്ചാട്ടത്തിൻ്റെയൊക്കെ സൗണ്ട് അതിനെ നമുക്ക് കീപ്പ് ചെയ്യാം, കളയണമെങ്കിൽ കളയാം. അപ്പോൾ അങ്ങനെ നല്ല കൺട്രോളുണ്ട് S24. ഈവൻ സാംസങ്ങിനകത്ത് S24, S25, S24 Ultra ആ ഡിവൈസസിലൊക്കെ നമുക്ക് അങ്ങനെ ഒരുപാട് കൺട്രോൾസ് ഉണ്ട്. സോ കുറച്ചുകൂടെ ഫീച്ചർ റിച്ച് ആയിട്ടുള്ളത് കൊണ്ട് നമുക്ക് എളുപ്പമുണ്ട്. ഐഫോണിൻ്റെ അതാണ് ഞാൻ പറഞ്ഞത്, ഈ A18 പ്രോസസ്സറൊക്കെ തന്നിട്ടുണ്ടെങ്കിലും സാംസങ്ങിൽ വീക്കാണെന്ന് പറയുന്ന പ്രോസസ്സറിൽ പോലും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ. ഇനി അടുത്തത് ഇതിൻ്റെ സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറഞ്ഞാൽ, പണ്ട് തൊട്ട് എല്ലാ ആൾക്കാരും കേട്ടോണ്ടിരിക്കുന്നതും ആൾക്കാരെല്ലാം ഇപ്പം തന്നെ കൊച്ചുകുട്ടികളുടെ അടുത്ത് ആരോട് ചോദിച്ചാലും അവർക്കൊന്നും ഫോണിൻ്റെ ഫീച്ചേഴ്സ് പറയാനും അറിഞ്ഞൂടാ. iOS എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം അറിഞ്ഞൂടാ. OS എന്ന് വെച്ചാൽ അതിൻ്റെ ഫുൾ ഫോം എന്തോന്ന് പോലും അറിഞ്ഞൂടാത്ത പിള്ളേർ പോലും ഐഫോൺ എന്നും പറഞ്ഞുകൊണ്ട് ചാടും. ഇത് എന്തിനാണ് ചാടണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി പലർക്കും അറിയാവുന്ന കാര്യമാണിത്. പക്ഷേ സാധാരണക്കാർക്ക് ആർക്കും അറിഞ്ഞും കൂടാ. ആപ്പിൾ എന്ന് പറഞ്ഞ കമ്പനി ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, മോണോപ്പൊളി കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. അവർ ഓരോ ഫീച്ചേഴ്സ് ഇറക്കുമ്പോഴും അനൗൺസ് ചെയ്യുമ്പോഴും ഈ ലോകത്ത് വേറെ ഒരു കമ്പനിയും ഇല്ലാത്ത പോലെയാണ് അവർ അനൗൺസ് ചെയ്യുന്നത്. അപ്പം ആൾക്കാരുടെ മൈൻഡിലോട്ട് ഒരു ഇംപ്രിന്റ് കൊണ്ടുവരിക എന്നുള്ളൊരു ഐഡിയയാണ്. അവർ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, ആൾക്കാർ അതിൽ വീണ് പോകുന്നു, അതൊന്ന്.
അപ്പോൾ ഈ പണ്ട് തൊട്ട് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളൂ ആപ്പിളിന്റെ മോട്ടോ, ആപ്പിൾ ഫാൻസ് എപ്പോഴും പറയുന്ന സാധനം. ഇറ്റ് ജസ്റ്റ് വർക്ക്സ്. അതായത് ഇതെടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ ചിന്തിക്കണ്ട. എടുത്ത് ആപ്പ് അങ്ങ് വർക്കാവും എന്ന് പറയുന്നൊരു സംഭവം. അത് എല്ലാം നമ്മൾ ഈ iOS 18 വന്നതോടുകൂടി പോയിരിക്കുകയാണ്. iOS 18 വന്നപ്പോൾ നിങ്ങൾക്കറിയാം 2010 തൊട്ട് നമുക്ക് ആൻഡ്രോയിഡിൽ കിട്ടിക്കൊണ്ടിരുന്ന ഫീച്ചേഴ്സാണ് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഹോം സ്ക്രീനിൽ നീക്കുക, കളർ മാറ്റുക, ഇങ്ങനത്തെ കുറച്ച് സാധനം. ഇങ്ങനത്തെ ഒരല്പ സാധനങ്ങൾ കയറ്റിക്കൊണ്ട് വന്നപ്പം നല്ല ലാഗ്, ബഗ് ഇങ്ങനെ ഒരുപാട് ഇഷ്യൂസ്, ഗ്ലിച്ചസ്. ഒരു ഗ്ലിച്ച് ഞാൻ ലൈവായിട്ട് കാണിച്ചു തരാം. നമ്മളിപ്പോൾ സെറ്റിംഗ്സ് എടുത്തിട്ട് സെറ്റിംഗ്സിനകത്ത് എന്തെങ്കിലും ഒരു സാധനം ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ സെറ്റിംഗ്സിനകത്ത് ഞാൻ ഈ ആപ്സ് എന്നുള്ളത് എടുത്തിട്ട് മെസ്സേജിംഗ് എന്ന് പറഞ്ഞൊരു സാധനം ഞാൻ എടുത്ത് അതിനകത്ത് RCS എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും അതായത് ഒരു ആപ്പിൻ്റെ സെറ്റിംഗ്സ് എടുത്ത് സെറ്റിംഗ്സിനകത്ത് കയറി ഇതുപോലെ ഒരു ഓപ്ഷനിൽ വന്നിട്ട് തിരിച്ച് നമ്മൾ പോയിട്ട് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്ക് കണ്ട ഒരു വെട്ടലും വിറയലും കണ്ട. അതായത് ഇപ്പം ഇതിങ്ങനെ സ്മൂത്തായിട്ട് 60 ഹെർട്സിൻ്റെ അല്ല, ഇപ്പം ഈ ഒരു സ്പീഡിൽ സ്മൂത്തായിട്ട് ഇങ്ങനെ സ്ക്രോൾ ആവുന്നുണ്ടല്ലോ. പക്ഷേ ഒരു സെറ്റിംഗ്സിൻ്റെ അകത്ത് ഒരു ആപ്പിൻ്റെ സെറ്റിംഗ്സ് എന്നും പറഞ്ഞാൽ അതിനകത്തോട്ട് നമ്മൾ 2 ഓപ്ഷൻസിനകത്ത് കയറിയിട്ട് തിരിച്ച് ബാക്കിലോട്ട് വരുമ്പം സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരു വെട്ടലും വിറയലും വരും. മനസ്സിലായി? ഇപ്പം കണ്ടോ ഒരു ഒരു പിടിച്ച് പിടിച്ച് ചാടി ചാടി പോയത് കണ്ടോ? ഒരു ഗ്ലിച്ച്. ഇങ്ങനത്തെ ഒരു സാധനം വരണുണ്ട്. അത് എല്ലാ സെറ്റിംഗ്സിനകത്ത് ഏത് സെറ്റിംഗ്സിനും നമ്മൾ അകത്ത് കയറി എടുത്തിട്ട് ബാക്ക് വന്ന് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു സംഭവം വരുന്നുണ്ട്. അതൊന്ന്. രണ്ടാമത്തത് ഞാൻ നേരത്തെയും കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫോട്ടോസിൻ്റെ ആപ്പ് എടുത്തിട്ട് ഏതെങ്കിലും ഒരു ഫോട്ടോയൊക്കെ ഓപ്പൺ ചെയ്ത് നമ്മൾ ഇതിപ്പം ഓപ്പൺ ചെയ്ത് എടുത്തിട്ട് മിനിമൈസ് ചെയ്ത് നമ്മൾ വേറൊരു ആപ്പ് എടുത്ത്. ഇപ്പോൾ വേറൊരു ആപ്പ് എന്ന് പറയുമ്പം ജസ്റ്റ് ഒരു പേരിന് വേണ്ടി ഒരു ആപ്പ് എടുത്ത് നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് എടുത്തതാണ്. എടുത്തിട്ട് നമ്മൾ തിരിച്ച് ഈ ആപ്പിലോട്ട് വന്നു കഴിയുമ്പം എപ്പോഴും ഇല്ല, ചില സമയത്ത് ഇതങ്ങ് ഫ്രീസ് ആയി പോകും. ഓക്കെ, അത് ഫ്രീസ് ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ വീണ്ടും ആപ്പിനെ ക്ലോസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യേണ്ടി വരും. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അത് റാൻഡമായിട്ട് വരെയാണ്. അത് ലൈറ്റ് റൂമിനും എനിക്ക് വന്നിട്ടുണ്ട്, ഫോട്ടോസിനും വന്നിട്ടുണ്ട്. വേറെ ആപ്പുകൾക്ക് അങ്ങനെ വന്നിട്ടില്ല. ഫോട്ടോസ് ആപ്പും ലൈറ്റ് റൂമിലും മാത്രമേ എനിക്ക് വന്നിട്ടുള്ളൂ. പിന്നെ കീബോർഡ് കമ്പാരിറ്റീവ്ലി എൻ്റെ S24 എനിക്ക് നല്ല സ്പീഡിൽ ടൈപ്പ് ചെയ്യാൻ ഹാപ്റ്റിക്സ് കൂടെ പിടിക്കും. സോ എനിക്കത് ഭയങ്കര സുഖമാണ് ടൈപ്പ് ചെയ്യാൻ, നല്ല ഈസിയാണ്. ഇതിലാണെങ്കിൽ കേട്ടിട്ടുള്ളത് ആപ്പിൾ കീബോർഡ് അടിപൊളിയാണെന്നാണ്, ഹാപ്റ്റിക്സ് അടിപൊളിയെന്നാണ്. പക്ഷേ ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് കീബോർഡ് നല്ല ലാഗ് ഉണ്ട്, വൈബ്രേഷൻ. ഹാപ്റ്റിക് അടിക്കുന്നത് ബാക്കിൽ നിന്നാണ്. ഹാപ്റ്റിക്കും സൗണ്ടും ഒക്കെ ഓഫ് ചെയ്തിട്ടാൽ കൊള്ളാം. അങ്ങനത്തെ ഒരു ഫീലാണ്. അത് മൈക്രോസോഫ്റ്റിൻ്റെ സ്വിഫ്റ്റ് കീബോർഡ് ഇൻസ്റ്റാൾ ചെയ്തപ്പോഴത്തേക്കും കാരണം അതെനിക്ക് വീഡിയോയിൽ കാണിച്ചു തരാൻ പറ്റില്ല. ടൈപ്പ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫീലാണ്, ഫീഡ്ബാക്കാണ്. അത് നമുക്കൊരിക്കലും വീഡിയോ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല. മൈക്രോസോഫ്റ്റിൻ്റെ സ്വിഫ്റ്റ് കീബോർഡ് നന്നായിട്ട് വർക്കാവുന്നുണ്ട്, കുഴപ്പമില്ലാതെ വർക്കാവുന്നുണ്ട്. പക്ഷേ എപ്പോഴും എനിക്ക് സാംസങ്ങിൻ്റെ കീബോർഡ് എൻ്റെ സാംസങ്ങിൽ നല്ല സ്മൂത്തായിട്ട് വർക്കാവുന്നതുകൊണ്ട് എനിക്ക് ആ ഒരു ഫീൽ ഇതിൽ വന്നിട്ടില്ല. പണ്ട് ഞാൻ OnePlus എടുത്ത് വെറുത്തു പോയത് ഇതേ ഈ ഒരു അനുഭവമാണ്. ടൈപ്പ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എനിക്ക് ഭയങ്കര മോശമായിട്ട് ഇതിൽ ഫീലായി. അത് ഈ iOS 18 ശേഷം വന്ന ബഗ്ഗാണ്. കുറേ ചിലർക്കുണ്ട്, ചിലർക്കില്ലായിരിക്കും. സോ അതൊന്ന്. അങ്ങനെ ഫുൾ OSനകത്ത് അവിടെ ഇവിടെ ഓരോന്ന് ഗ്ലിച്ചുകളുണ്ട്. ചില സമയത്ത് ഫ്രീസ് ആവുന്നുണ്ട്, സ്റ്റക്ക് ആവുന്നുണ്ട്. അതേപോലെ ക്യാമറയിൽ ഇപ്പോൾ ഒരു ഫോട്ടോ എടുത്തിട്ട് അത് എപ്പോഴും വരില്ല, എനിക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു ഫോട്ടോ എടുത്ത് ഇപ്പോൾ ഞാൻ ഈ ഒരു ഓറിയന്റേഷൻ പിടിച്ച് ഫോട്ടോ എടുത്ത് ഇപ്പോൾ തിരിച്ച് വെച്ച്, ഓക്കെ. ഇനി ഞാൻ ചരിച്ച് വെച്ചിട്ട് തിരിച്ച് എടുത്തിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ റൊട്ടേറ്റ് ആവും, ചിലപ്പോൾ റൊട്ടേറ്റ് ആവില്ല. അത് റാൻഡം ആയിട്ടാണ്. അത് എന്താണ് പ്രശ്നം എന്നുള്ളത് മനസ്സിലാവില്ല. അപ്പോൾ ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഇറ്റ് ജസ്റ്റ് വർക്ക്സ് എന്നുള്ളത് ഇനി പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 18 എന്നുള്ളത് 18.2 ആയി, പിന്നെ 18.5 വരെ വന്നിപ്പം. 18.4, 18.5, 5 ആയിട്ടും ഈ സാധനങ്ങളൊക്കെ റാൻഡമായിട്ട് ആൾക്കാർക്ക് പലർക്കും പല ഇതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതാണ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിൽ പറയാനുള്ളത്. പണ്ടത്തെ ആപ്പിൾ അല്ല. നമ്മുടെ സ്റ്റീവ് ജോബ്സ് ഉണ്ടായിരുന്ന ഇതൊക്കെ മാറി. ഇപ്പോൾ ടിം കുക്ക് അണ്ണൻ പ്രോഫിറ്റിന് വേണ്ടി മാത്രം കിടന്ന് കളിക്കുകയാണ്. ഓക്കെ. അപ്പോഴും പക്ഷേ പഴയ സ്റ്റീവ് ജോബ്സിൻ്റെ ഒരു ഇതോടുള്ള ഒരു ഇഷ്ടം നമുക്ക് എന്താ പറയുക, ആ ഒരു ഇഷ്ടമാണ് മെയിനായിട്ട് ആപ്പിളിൻ്റെ അടുത്തും ഐഫോണിൻ്റെ അടുത്തും ആപ്പിളിൻ്റെ പ്രോഡക്ട്സിനോടും എനിക്കുൾപ്പെടെ പണ്ട് തൊട്ടുണ്ടായിരുന്നൊരു ഇഷ്ടം. ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് കണ്ടിട്ടുള്ള ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ, അതിൽ ടച്ചിൽ എങ്ങനെയാണ് ഡയൽ ചെയ്യണമെന്ന് പോലും ഞാൻ ഡൗട്ട് ചോദിച്ചിട്ടുള്ള ഒരു കുട്ടിക്കാലം എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് തൊട്ട് എനിക്കും ഐഫോണിൻ്റെ ഒരു താല്പര്യമുണ്ട്. പക്ഷേ കുറച്ച് അങ്ങോട്ട് ആയപ്പോൾ ആൻഡ്രോയിഡ് പെട്ടെന്ന് കയറി. നമുക്ക് ആ ഒരു പൈസയ്ക്ക് വേർത്തായിട്ട് കുറേ സാധനങ്ങൾ കിട്ടിത്തുടങ്ങി. അപ്പോൾ നമുക്കിത് ഉപയോഗിക്കണത് എന്തിനാന്നുള്ളൊരു ഫീൽ വരും. അതാണ് സംഭവം. അപ്പോൾ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. മുമ്പ് എങ്ങനെയായിരുന്നു എന്നുള്ളത് അല്ല, ഇപ്പം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇതാണ് അവസ്ഥ. പിന്നെ ഗൈസ്, ഇതിൻ്റെ ബാറ്ററി ലൈഫിനെ കുറിച്ച് പറയാം. ബാറ്ററി ലൈഫിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് കൂടുതൽ പറയാൻ അറിഞ്ഞൂടാ. കാരണം എനിക്ക് ഇത് സെക്കൻഡറി ഡിവൈസായിട്ട് ഞാൻ യൂസ് ചെയ്യണത് കാരണം, അതും പുതിയ ഡിവൈസ് ആയതുകൊണ്ടും അങ്ങ് ഒരുപാട് പറയാൻ പറ്റില്ല. 18 ദിവസത്തോളം ഞാൻ ഈ ഫോൺ യൂസ് ചെയ്തത്. ഇന്നിപ്പോൾ 16 സൈക്കിൾ കൗണ്ട്. കാരണം ഞാൻ ബാറ്ററി ലിമിറ്റ് ഞാൻ 80 ലിമിറ്റ് ചെയ്തിടും. എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം 100 ആക്കും. പിന്നെ 20 താഴെ കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. 20 മുന്നേ ചാർജ് ചെയ്യും. അങ്ങനെയാണ് ഞാൻ എൻ്റെ S24 പോലും കീപ്പ് ചെയ്യണത്. അപ്പോൾ ഇത് അത്ര ദിവസമേ ആയിട്ടുള്ളൂ. പിന്നെ സ്റ്റാൻഡ് ബൈയുടെ കാര്യം പറഞ്ഞാൽ ഇന്നലെ രാത്രി 80% ആയിട്ട് ഞാൻ വെച്ചു. ഒരു 5 ഹവേഴ്സ് വരെ ആയി. രാവിലെ നോക്കിയപ്പോഴും 80 തന്നെ ഉണ്ടായിരുന്നു.
അതൊന്ന്. ഇനി അഥവാ എന്തെങ്കിലും നമ്മൾ യൂസ് ചെയ്തിട്ട് ഇത് കാരണം ഈ ആപ്പിളിനൊരു പ്രത്യേകത ഉണ്ട്. നമ്മളിപ്പോൾ ചാർജിങ് ലിമിറ്റ് 80 100 ഏതിലാണോ ചാർജിങ് ലിമിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്, ബാറ്ററി അതുവരെ പെർസെന്റേജ് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങിയാലും കുറച്ച് കൂടുതൽ യൂസ് ചെയ്തിരുന്നാലും ആ 80 അവർ ഹോൾഡ് ചെയ്ത് തന്നെ കാണിച്ചിരിക്കും. കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ പതുക്കെ പതുക്കെ പെർസെന്റേജ് ഒന്നായിട്ട് കുറയ്ക്കണത് കാണിക്കുകയുള്ളൂ. സോ അത് നമ്മൾ വിഷ്വലി നമ്മൾ കാണിച്ചു തരുന്ന ഒരു സെറ്റപ്പാണ്. അതിൽ വലുതായിട്ടൊന്നുമില്ല. അത് തന്നെയാണ് ഇന്നലെ രാത്രിയിലും സംഭവിച്ചത്. 5 ഹവേഴ്സിൽ എനിക്ക് ഒരു പെർസെന്റേജിലും ഡ്രോപ്പ് കാണിച്ചില്ല. കാരണം ചാർജിങ് 80ൽ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരുന്നത് കൊണ്ട് അതുവരെ ചാർജായി ഫുൾ ചാർജായി എന്നുള്ളൊരു ഇതിൽ അവർ ലിമിറ്റ് ചെയ്യണതാണ്. ഇങ്ങനത്തെ കുറേ പറ്റിപ്പുകൾ ആപ്പിൾ കാണിക്കുന്നുണ്ട്. നമ്മളെ ഇങ്ങനെയാണ്, സ്മൂത്താണ്, ഇത് കിടിലമാണ് എന്ന് കാണിക്കാൻ വേണ്ടി അവർ കുറേ കാണിക്കും. അതിലൊന്നാണ് ഈ ഒരു ബാറ്ററി പെർസെന്റേജ് ഹോൾഡ് ചെയ്യുന്നതിൻ്റെ ഒരു സെറ്റപ്പ്. അത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാനൊരു 100% ചാർജ് ചെയ്തിട്ട് 80% വരെ യൂസ് ചെയ്തു. യൂസ് ചെയ്തതിന് ശേഷം രാത്രിയിൽ വെച്ചിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ 2-3% കുറയുന്നുണ്ട്. മീൻസ് ഞാൻ പറഞ്ഞത് മനസ്സിലായോ? നൈറ്റിൽ മാക്സിമം 3% ഡ്രോപ്പ് വരുന്നുള്ളൂ. കാരണം ബാക്ക്ഗ്രൗണ്ട് ആക്ടിവിറ്റീസ് ഇത് പരമാവധി ലിമിറ്റ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ആക്ടിവിറ്റീസ് ലിമിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ നമുക്ക് തന്നിട്ടുണ്ട്. അതും ഒരു ഇതാണ്. അപ്പോൾ ബാറ്ററി ഹെൽത്ത് ഞാൻ ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ പറ്റത്തില്ല. കാരണം എൻ്റെ ഹെവി യൂസ് ആയിരുന്നില്ല. ഇത് സെക്കൻഡറി ഫോൺ ആയതുകൊണ്ട് ക്യാമറയ്ക്ക് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ബാറ്ററി ലൈഫ് നന്നായിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്. പിന്നെ പുതിയ ഡിവൈസും കൂടെ ആയതുകൊണ്ട് കമ്പയർ ചെയ്യാൻ പാടാണ്. പിന്നെ കമ്പയർ ചെയ്ത് പറഞ്ഞാൽ എൻ്റെ ഒരു ഓർമ്മ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പം ഇതിനിപ്പോൾ എനിക്ക് സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്നത് ഇത് ടോട്ടലി ഉള്ള എന്നാ കാണിക്കണം. സോ ഞാൻ രണ്ടാമത്തെ ചാർജിലും കൂടെ ചേർത്തിട്ടുള്ള സ്ക്രീൻ ഓൺ ടൈമാണ് ഈ കാണിക്കുന്നത്. പക്ഷേ ആവറേജ് ഒരു 6+ ഹവേഴ്സ് കിട്ടും. 6 ഹവേഴ്സ് ടു 7 ഹവേഴ്സ് വരെ നമുക്ക് കിട്ടാറുണ്ട്. 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണെന്ന് ഓർക്കണം. എൻ്റെ സാംസങ്ങിൽ S24ൽ എനിക്ക് 5 ഹവേഴ്സ് സ്ക്രീൻ ഓൺ ടൈം കിട്ടാറുണ്ട്. അത് 120 ഹെർട്സ് ഇട്ട് ഉപയോഗിച്ചിട്ടാണ്. എക്സിനോസ് ആണ്, അത് ഓർക്കണം. 60ലോട്ട് മാറ്റി കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും 6 ഹവേഴ്സ് S24ലും കിട്ടും. സോ അത് ആണ് ഇതിൻ്റെ ബാറ്ററിനെ കുറിച്ച് പറയാൻ. എനിക്കിതിപ്പം ബാറ്ററി കുറച്ച് നാൾ കഴിഞ്ഞാലേ ഇത് പറ്റുള്ളൂ. ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. ഓക്കെയാണ്, സൂപ്പറാണ്. എനിക്ക് സെക്കൻഡറി ആയിട്ട് യൂസ് ചെയ്യുന്നത് കാരണം വേറെ കുഴപ്പം തോന്നിയിട്ടില്ല എന്തായാലും. ഓക്കെ ഗൈസ്, ഇനി പറയാൻ പോകുന്നത് ഇതിൻ്റെ ഈ ആക്ഷൻ ബട്ടനെ കുറിച്ചാണ്. ഞാൻ ഡീഫോൾട്ടായിട്ട് ആക്ഷൻ ബട്ടൺ റിങ്ങും സൈലൻറ്റിലും തന്നെയാണ് ഇട്ടിരിക്കുന്നത്. പക്ഷേ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്ഷൻ ബട്ടണ് പല രീതിയിൽ യൂസ് ചെയ്യാം. സൈലൻറ്റ് മോഡ്, ഫോക്കസ് മോഡ് ആക്കാം. ക്യാമറയ്ക്ക് എന്തിനാണ് ഇത് വെച്ചിരിക്കുന്നത് എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. പോട്ടെ, ഞാൻ പറയുന്നില്ല. പിന്നെ വിഷ്വൽ ഇൻ്റലിജൻസ്, ഗൂഗിളിൻ്റെ ലെൻസ് പോലെ ഒരു സംഭവം. പിന്നെ ടോർച്ച് ആക്കണമെങ്കിൽ ടോർച്ച് ആക്കാം. പിന്നെ ഇത് അത്യാവശ്യം എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു സാധനമാണ് വോയിസ് മൂവ് ആക്കിയിടാൻ. അതായത് ഇപ്പോൾ ഇതാക്കിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഫോൺ ലോക്ക് ആണെങ്കിൽ പോലും ഇപ്പോൾ ആരുടെയെങ്കിലും അടുത്ത് കോൺവെർസേഷൻ നടക്കുകയാണ്, നിങ്ങൾക്ക് ആ വോയിസ് റെക്കോർഡ് ചെയ്ത് വെക്കണം. ഇപ്പോൾ ക്ലാസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇതൊന്ന് ലോങ് പ്രസ് ചെയ്താൽ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ആവും. അതൊരു നല്ലൊരു ഫീച്ചറാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ഇട്ടേക്കാം സ്ഥിരമായിട്ട്. അല്ല, സൈലൻ്റ് ആക്കാനുള്ളതാണെങ്കിൽ സൈലൻറ്റ്. ഞാൻ ഇതാണ് ഇപ്പോൾ ഇട്ടേക്കുന്നത്, സൈലൻ്റ് ആക്കാൻ. കാരണം ഇതാണല്ലോ ഇതിൻ്റെ മെയിൻ പർപ്പസ്. അത് ഞാൻ ഇതിനകത്താണ് ഇട്ടേക്കുന്നത്. സോ അതാണ് ആക്ഷൻ ബട്ടൻ്റെ. ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടാം. എനിക്ക് പക്ഷേ പഴയ സ്ലൈഡായിരുന്നു ഇഷ്ടം. അത് നമുക്ക് ഫീൽ ചെയ്തുകൊണ്ട് അങ്ങനെ ചെയ്യാം. ഇത് പ്രസ് ആയിരിക്കണതിൻ്റെ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് വരുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. രണ്ടും കണക്ക് തന്നെ. ഇതാണ് ഗൈസ് ആക്ഷൻ ബട്ടൻ്റെ കാര്യം. ഇനി കണക്ടിവിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം സ്പീഡുള്ള വൈഫൈയുടെയും സ്പീഡുള്ള 5G ബാൻഡ് വിഡ്ത്തും ഒക്കെ തന്നെയാണ്. പിന്നെ നേരത്തെ സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിൽ പറയേണ്ടിയിരുന്നൊരു പോയിന്റ് ഞാൻ വിട്ടുപോയത്. ഇപ്പോൾ കണക്ടിവിറ്റിയുടെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞുതരാം. റാൻഡമായിട്ട് വൈഫൈ ഡിസ്കണക്ട് ആവുന്ന ഒരു ഇഷ്യൂ ഉണ്ട്. ഇതിപ്പോൾ ഞാൻ വൈഫൈയുടെ മോഡത്തിൻ്റെ തൊട്ടടുത്താണ് നിൽക്കുന്നത്. ഇടയ്ക്ക് ഫോൺ എടുത്ത് നോക്കുമ്പോൾ വൈഫൈ ഡിസ്കണക്ട് ആയിരിക്കും. അത് പിന്നെ കണക്ട് ആവാൻ കുറച്ച് പാടാണ്. പിന്നെ വീണ്ടും ഒന്നുകിൽ ഓഫ് ചെയ്ത് ഓൺ ചെയ്യണം, അല്ലെങ്കിൽ ഒന്നും കൂടെ സ്കാൻ ചെയ്തിട്ട് വൈഫൈയിൽ വീണ്ടും കണക്ട് ചെയ്യണം. അതെന്തങ്ങനെ സംഭവിക്കണം എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. അത് സോഫ്റ്റ്വെയറിൻ്റെ എന്തോ ഇഷ്യൂ ആണ്. iOS 18.5 വന്ന പലർക്കും ചിലർക്കൊക്കെ ഈ ഇഷ്യൂ ഉണ്ട്, ചിലർക്കതില്ല. ഇപ്പോൾ ഇത് കണക്ട് ആയിരിപ്പുണ്ട്. പക്ഷേ ഇടയ്ക്ക് ഓഫ് ചെയ്തിട്ട് ഞാൻ ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഡിസ്കണക്ട് ആയി കിടക്കും. അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ട്. അത് കണക്ടിവിറ്റിയുടെ കാര്യം. കണക്ടിവിറ്റിയിലല്ലാതെ വേറെ ഇഷ്യൂ ഒന്നുമില്ല. പിന്നെ ഇതിൻ്റെ 16E പോലെയല്ല, 16നകത്ത് സ്നാപ്ഡ്രാഗണിൻ്റെ അവരെ മോഡം തന്നെയാണ് വന്നേക്കുന്നത്. സോ 5Gക്ക് വേറെ ഇഷ്യൂ ഇല്ല. ബാറ്ററി ബാക്കപ്പിനും ഇഷ്യൂ വന്നിട്ടില്ല. ഞാൻ എൻ്റെ S24ൽ പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ ഹെവി ആയിട്ട് 5G നെറ്റ്വർക്കാണ് യൂസ് ചെയ്യണമെങ്കിൽ കമ്പാരിറ്റീവ്ലി സ്നാപ്ഡ്രാഗണൊക്കെ വെച്ച് നോക്കുമ്പം അതും ബാറ്ററി ബാക്കപ്പ് കുറച്ച് കുറയും. കാരണം ആ ബാൻഡ് വിഡ്ത്തിൽ ബാറ്ററി അത്രയും മാത്രം എടുക്കും. 5G എന്ന് പറയുമ്പോൾ അത്ര ഹെവി ആയിട്ടുള്ളൊരു ബാൻഡ് വിഡ്ത്താണ്. അതിൻ്റെ ഒരു ഇഷ്യൂ ആണ്. സോ അങ്ങനെ വെച്ച് നോക്കുമ്പം ഇത് അടിപൊളിയായിട്ടും ഈസി ആയിട്ടും എഫേർട്ട്ലെസ്ലി ബാറ്ററി ബാക്കപ്പ് ഒന്നും അധികം അഫക്റ്റ് ചെയ്യാതെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അതാണ് നെറ്റ്വർക്കിൻ്റെ കാര്യം. പിന്നെ ഇതിൻ്റെ വാല്യൂ ഫോർ മണി ആണോ എന്നുള്ള ഒരു ഒറ്റ ചോദ്യമുണ്ട്. ഇതിപ്പം ഒരു 75,000 ആണ് ഇതിൻ്റെ പ്രൈസ്. 128 GB-ക്കാണ് 75,000. സോ നിങ്ങൾ ഒരു 256 ഒക്കെ നോക്കുകയാണെങ്കിൽ 85,000 ആവും. അതായത് S25ൻ്റെയൊക്കെ ഏകദേശം സെയിം റേറ്റ് തന്നെ കിട്ടും. ആ പ്രൈസിന് ഇത് വേർത്താണോ എന്ന് ചോദിച്ചാൽ സെക്കൻഡറി ഡിവൈസ് എന്നും പറഞ്ഞ് നിങ്ങൾ എടുക്കാൻ നോക്കുകയാണെങ്കിൽ
നിങ്ങൾക്ക് ഇതിൻ്റെ ഐഫോൺ ഒൺലി ആപ്സ് എന്തെങ്കിലും വർക്കാവുമെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ പിന്നെ ഇതെടുത്ത് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി സ്പേഷ്യൽ വീഡിയോയ്ക്കും. പിന്നെ വേറെ ഒരു അഡ്വാൻറ്റേജ് അത് ഇപ്പോൾ കറൻ്റ്ലി ആൻഡ്രോയിഡിൽ ഇല്ല. ഫോട്ടോഷോപ്പിൻ്റെ ഫുൾ ഫ്ലെഡ്ജ്ഡ് അല്ലെങ്കിലും ഫോട്ടോഷോപ്പിൽ ഒട്ടുമിക്ക പറ്റുന്ന സാധനങ്ങളൊക്കെ പറ്റുന്ന ഒരു ആപ്പാണ്. ജനറേറ്റീവ് AI വരുന്ന ലെയറായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന സെലക്റ്റീവായിട്ട് നമുക്ക് ഓരോന്നും റീടച്ച് ചെയ്യാനും ഒക്കെ ചെയ്യാൻ പറ്റുന്ന, കമ്പ്യൂട്ടറിൽ പറ്റും പോലെ ഫുള്ള് പറ്റില്ലെങ്കിലും മൾട്ടിപ്പിൾ ലെയേഴ്സ് ക്രിയേറ്റ് ചെയ്യാനും ഒരു പുതിയ ക്യാൻവാസ് ഓപ്പൺ ചെയ്യാനും അങ്ങനെ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് പറ്റുന്ന എല്ലാ സാധനങ്ങളും പറ്റുന്ന ഒരു ആപ്പ് കറൻ്റ്ലി iOS മാത്രമേ ഉള്ളൂ. അത് ഈ ഡെവലപ്പർ അഡോബി ആൻഡ്രോയിഡിൽ കൊണ്ടുവരും എന്ന് പറയാണ്. ഇപ്പം നിലവിൽ iOS മാത്രമേ ഉള്ളൂ, ഐപാഡിനും iOS മാത്രമേ ഉള്ളൂ. സോ ആ ഒരു ആപ്പ് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ലൂമ ഫ്യൂഷൻ ഞാൻ മേടിച്ചിട്ടിട്ടുണ്ട് വീഡിയോ എഡിറ്റിങ്ങിന്. ഇപ്പം ഞാൻ വീഡിയോ എഡിറ്റിംഗ് ഇതിലിട്ട് തന്നെയാണ് ചെയ്യുന്നത്. വീഡിയോ എഡിറ്റിങ്ങിന് ലൂമ ഫ്യൂഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് പറയുമ്പോൾ ഉള്ളൊരു കാര്യം, നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ സബ്സ്ക്രിപ്ഷൻ, ഇപ്പോൾ ലൂമ ഫ്യൂഷൻ എനിക്ക് iOS വേണ്ടി പർച്ചേസ് ചെയ്തപ്പോൾ 999 ആയി, അതായത് 1000 രൂപയായി. സോ സെയിം സാധനം എനിക്ക് ആൻഡ്രോയിഡിന് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ 899 ഉള്ളൂ. 899 അല്ല, 899 849 849 ഉള്ളൂ. ഏകദേശം 150 റുപ്പീസ് കൂടുതലാണ് iOS നോക്കുമ്പോൾ. സെയിം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ. ലൂമ ഫ്യൂഷനൊക്കെ സെയിം, വർക്കിംഗ് ഒക്കെ സെയിം തന്നെ. പിന്നെ iOSൻ്റെ ഈ 18 ചിപ്സെറ്റ് വരുമ്പം ഒരു 5 സെക്കൻഡ് നേരത്തെ എക്സ്പോർട്ട് ആവും. 5-10 സെക്കൻഡ്, ആ ഒരു ഡിഫറൻസേ ഉള്ളൂ. അപ്പം അതങ്ങനെ. ഇതിൽ വാല്യൂ ഫോർ മണി നോക്കണമെങ്കിൽ സെക്കൻഡറി ഫോൺ എന്നുള്ള രീതിക്ക് ഇത് ഇച്ചിരി ഓവർ പ്രൈസ്ഡ് ആവും. അല്ല, മെയിൻ ഫോണായിട്ട് ഉപയോഗിക്കുമ്പം നിങ്ങൾക്ക് iOS ആണ്, ഇത് ആപ്പിൾ ഫാൻ ബോയ് ആണെങ്കിൽ എടുത്തോ, വേറെ എന്തോന്ന് ഞാൻ പറയാം. 60 ഹെർട്സ് നിങ്ങൾ യൂസ്ഡ് ആണ്, നിങ്ങൾക്ക് 120 ഹെർട്സ് ഉപയോഗിച്ച് ശീലമില്ല എങ്കിൽ കുഴപ്പമില്ല. ഓക്കെ. പിന്നെ ഇതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് പറയുകയാണെങ്കിൽ, പണ്ട് എനിക്ക് തോന്നിയിരുന്ന അത്രയും മാത്രം പ്രോസ് ഇപ്പോൾ iOSന് ഇല്ല. മീൻസ് iOSന് ഓൾറെഡി ബഗ്സും കാര്യങ്ങളുണ്ട്, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ ആൻഡ്രോയിഡിൽ പറ്റിക്കൊണ്ടിരുന്ന പല കാര്യങ്ങളും പറ്റും. ഇപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു കോളിൽ നമുക്ക് റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട് അവർ. പക്ഷേ അത് അപ്പുറത്തെ ആൾക്കാർ അറിയും, യുവർ കോൾ ഈസ് ബീയിങ് റെക്കോർഡഡ് എന്ന് കാണിക്കും. അറിയാണ്ട് ചെയ്യാൻ പറ്റില്ല. അറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന്, ഇപ്പോൾ വഴി ചോദിക്കാനൊക്കെ ആണെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു യൂസിന് നിങ്ങൾക്ക് അത്യാവശ്യത്തിന് ഉപയോഗിക്കാൻ സാധനം പറ്റും. അതുപോലെ തന്നെ T9 ഡയലിംഗ് വന്നു. നിങ്ങൾ അടിക്കുന്ന നമ്പർ പേരിൻ്റെ ഇതിനനുസരിച്ചിട്ട് നമ്പർ വരും. സോ അതും ഒരു നല്ലൊരു സംഭവമാണ്. ഓക്കെ. അപ്പോൾ അത് വന്നത് നല്ലൊരു കാര്യം. അങ്ങനെ കുറച്ച് ആൻഡ്രോയിഡിൽ നമുക്ക് പറ്റിക്കൊണ്ടുവന്ന നല്ല കാര്യങ്ങൾ കുറച്ചൊക്കെ അവർ കൊണ്ടുവന്നതുകൊണ്ട്, പിന്നെ ഈ ഹോം സ്ക്രീൻ ഇങ്ങനെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും, വിഡ്ജറ്റ് ആഡ് ചെയ്യാൻ പറ്റും. അതൊക്കെ ഒരു നല്ല ഫീച്ചറായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ഫീച്ചറായിട്ട് കൊണ്ടുവന്നു മീൻസ് ഇതൊക്കെ പണ്ടേ തരേണ്ടിരുന്ന സാധനങ്ങൾ അവർ ഇപ്പോഴേ തന്നോളൂ. അപ്പം ഇപ്പം ആ കോൺസൊക്കെ മാറിയിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ പ്രോസ് ആയിട്ട് നമുക്ക് പറയാം. അതുകൊണ്ടാണ് എനിക്കും വലിയ ഇതൊരു ബുദ്ധിമുട്ട് വരാത്തത്. കാരണം അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇപ്പോൾ പറ്റുന്നുണ്ട്. പിന്നെ ഇനി കോൺസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, മെയിനായിട്ട് അറിയാമല്ലോ ആപ്പിൾ ഇൻ്റലിജൻസ്. അത് കൊള്ളുകയില്ല. ഒരു ഇൻ്റലിജൻസ് അല്ല, വെറും ഒരു തട്ടിപ്പ്. അത് മാത്രമല്ല, നമ്മളിപ്പോൾ ഒരു സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് അത് പരസ്യം ചെയ്യുന്നതായിട്ട് അവർ പറഞ്ഞിട്ടുള്ള കുറേ സ്മാർട്ട് ഫീച്ചേഴ്സ് നമുക്ക് ത്രൂ ഔട്ട് ദി ഫോൺ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണം. ഫോർ എക്സാമ്പിൾ സാംസങ് കൊണ്ടുവന്ന AIയും കാര്യങ്ങളും സാംസങ്ങിൻ്റെ കീബോർഡിൽ മാത്രമല്ല, സാംസങ്ങിൻ്റെ കീബോർഡിലുണ്ട്. പക്ഷേ ആ കീബോർഡിൽ സാംസങ്ങിൻ്റെ ആപ്പിൽ മാത്രം ലിമിറ്റഡ് അല്ല. മനസ്സിലായോ? അപ്പോൾ നമുക്ക് എവിടെ ടൈപ്പ് ചെയ്തിരുന്നാലും നമുക്ക് ആ കീബോർഡിൻ്റെ ഇതിൽ നമുക്ക് ആ AI ഫീച്ചർ എടുത്തിട്ട് നമുക്ക് ആ സാധനം സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ആപ്പിളിൽ അങ്ങനെയല്ല. പല ഫീച്ചേഴ്സും ആപ്പിളിൻ്റെ ഇൻബിൽറ്റ് ആപ്പുകളിൽ മാത്രമേ വർക്ക് ആവുകയുള്ളൂ. അതേപോലെ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ മറ്റേ ലെങ്തി ആയിട്ട് ഒരു സ്ക്രീൻഷോട്ട് വേണമെന്നുണ്ടെങ്കിൽ സാംസങ്ങിൽ എവിടെയാണെങ്കിലും ആപ്പ് സ്ക്രോളായി തനിയെ സ്ക്രീൻഷോട്ട് ചെയ്ത് കിട്ടും. ഇതിനകത്ത് സഫാരി ബ്രൗസറിൽ മാത്രമേ അത് വർക്ക് ആവുള്ളൂ. അല്ലെങ്കിൽ ആപ്പിൾ നോട്ട്സിൽ അങ്ങനെ 1-2 സാധനത്തിൽ മാത്രമേ വർക്ക് ആവൂ. ഇങ്ങനെ മിക്ക സാധനങ്ങളും സ്മാർട്ട് ഫീച്ചേഴ്സ് വർക്ക് ആവണമെങ്കിൽ ആപ്പിളിൻ്റെ ഇക്കോസിസ്റ്റം, ആപ്പിളിൻ്റെ ആപ്പിൾ മാത്രം. പക്ഷേ നമ്മൾ പൈസയും കൊടുത്ത് വാങ്ങിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ വേണമെന്ന് വിചാരിച്ചാൽ അതിലൊന്നും ആ സ്മാർട്ട് ഫീച്ചേഴ്സ് കിട്ടില്ല. നിങ്ങൾ അതിന് ആപ്പിളിൻ്റെ തന്നെ ഉപയോഗിക്കണം. അങ്ങനെ കുറേ കടുംപിടുത്തം ആപ്പിൾ കാണിക്കുന്നുണ്ട്. അത് യൂസേഴ്സിൻ്റെ അടുത്ത് കാണിക്കുന്ന മര്യാദകേടാണ്. പൈസ വാങ്ങിയിട്ട്, അതും പൈസ വാങ്ങിയിട്ടെന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. ഓരോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനും ആ ആപ്പിനകത്തെ സബ്സ്ക്രിപ്ഷനും 100ഉം 110ഉം രൂപ കൂടുതലാണ് ആപ്പിൾ വാങ്ങിക്കണത്. അത്രയും പൈസ നമ്മൾ കൊടുക്കുകയാണ് യൂസേഴ്സ്. എന്തിനു വേണ്ടിയാണ്? നമ്മൾ അവിടെ ലിമിറ്റ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ്. അപ്പം അതാണ് ദേഷ്യം വരുന്നത്. ഇല്ല, ഇത്രയും വാങ്ങിക്കണമല്ലേ. അതുപോലെ ആപ്പ് സ്റ്റോറിനകത്ത് സെക്യൂർഡ് ആയിട്ട് അവർ ഓൾറെഡി കമ്മീഷൻ എടുക്കുന്നു. ആ കമ്മീഷൻ എടുത്ത ആപ്പുകളാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ വെളിയിൽ പോയി വേറൊരിടത്തൊന്നും ജെയിൽ ബ്രേക്ക് ചെയ്തുകൊണ്ട് കൊണ്ടുവരുന്ന ആപ്പുകളല്ല. എന്നിട്ട് റെസ്ട്രിക്റ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് അറിഞ്ഞൂടാ. ഇതൊക്കെയാണ് ആപ്പിളിൻ്റെ അടുത്തുള്ള ദേഷ്യം. സോ അത് ഒരു പോയിൻ്റാണ് കോണായിട്ട് പറയാൻ വേണ്ടിയിട്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് സെക്കൻഡറി ഡിവൈസ് ആയിട്ട് ഉപയോഗിക്കാനേ താല്പര്യമുള്ളൂ ആപ്പിൾ ഇപ്പോഴും. കാരണം അവരിങ്ങനെ കടുംപിടുത്തം പിടിക്കുന്ന ഒരു കമ്പനിയാണ്. അവരിങ്ങനെ കുറേ വാശികൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല ഗൈസ്. ഇതൊരു വീഡിയോ ലെങ്തി ആയി പോയെന്നറിയാം. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ടോപ്പിക്കിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ.
ഓക്കെ ഗൈസ്, ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം.